അപ്പോൾ നമുക്കിന്നൊരു മന്തിക്കഥ കണ്ടല്ലോ. അപ്പോൾ മന്തിക്കഥയ്ക്ക് മുന്നേ വേറെ കുറച്ച് പരിപാടികളൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ കോളേജിലോട്ടോ പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ കോളേജിൽ നിന്ന് MC ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊന്നും അല്ല, അവർക്ക് ഈ വർഷത്തോടെ കഴിയുകയാണ് കേട്ടോ കോഴ്സ്. അതിന് മുന്നേ അവർ വെറുതെ ഒരു പരിപാടി കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീൽസ്, ഡാൻസ്, അതുപോലെ സ്റ്റാർ മ്യൂസിക്, അങ്ങനെ എന്തിനു വേണോ ചേരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് പോയതിന് ഉദ്ദേശം ഞങ്ങൾക്ക് ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓഡിഫോം കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും അറ്റൻഡൻസ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ. കൂടെ ഒരു ഫുഡ് കൂപ്പണും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പ്രോഗ്രാമിന് ചേർന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു കൂപ്പണും അതുപോലെ ഒരു ഫയലും ഒരു പേനയും ബുക്കും കിട്ടും കേട്ടോ. അതും കഴിഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നേ. ആദ്യം കുറേ നേരം വൻ ബോറായിരുന്നു കേട്ടോ പ്രോഗ്രാം, കാരണം ഫുൾ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ആയിരുന്നേ. അത് കഴിഞ്ഞിട്ടാട്ടോ ഒരു ഡാൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതും അത്ര സുഖം ഉണ്ടായിരുന്നില്ലേ. കണ്ടിട്ട് ഞങ്ങൾക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ടില്ല കേട്ടോ. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയെന്ന് ഓർത്തിരിക്കുകയായിരുന്നേ. പിന്നെ അവിടെ നിന്ന് ഫുഡ് നമ്മൾ കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ സാധനമാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മന്തി കഴിക്കാൻ വിട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മന്തി ഷോപ്പിന്. അപ്പോൾ ഞങ്ങൾ വേറൊന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ ഒറ്റമീൻ്റെ ഇറക്കി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. പോയപ്പോഴാണല്ലോ അവിടുത്തെ കഥ. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു കഴിച്ച്, അവിടെ കയറാൻ പറ്റിയെന്നുണ്ടായിരുന്നില്ല. ഞങ്ങളേകദേശം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഈ മന്തി കഴിക്കുന്നത് കേട്ടോ. ഞാൻ നാട്ടിലൊരു പ്രാവശ്യം മന്തി കഴിച്ചിട്ടുണ്ടെങ്കിലും ചെന്നൈയിൽ നിന്നാണ് ഫസ്റ്റ് കേട്ടോ മന്തി കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ കയറിയതാണ് കേട്ടോ. ഒടുക്കത്തെ തിരക്കും, അതുമാത്രമല്ല അകത്ത് കയറിയപ്പോഴും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പക്ഷേ ആംബിയൻസ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും 3 വെറൈറ്റി മന്തിയായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഞാൻ വിചാരിച്ചതിനപ്പുറമായിരുന്നു കേട്ടോ. നാട്ടിലെ മന്തി അടിപൊളിയെന്നായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ, പക്ഷേ ചെന്നൈയിലെ മന്തി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ.